friends, welcome to Cooperative Companion. കഴിഞ്ഞ ക്ലാസ്സിൽ KCS Act 1969 1 മുതൽ 7 വരെയുള്ള സെക്ഷനുകളാണ് നമ്മൾ പരിചയപ്പെട്ടത്. ഇന്ന് ചാപ്റ്റർ 1 രജിസ്ട്രേഷനിലെ തന്നെ 8 മുതൽ 15 വരെയുള്ള സെക്ഷനുകൾ പരിചയപ്പെടാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ രജിസ്ട്രേഷൻ എന്ന ചാപ്റ്ററിലെ 1 മുതൽ 7 വരെയുള്ള സെക്ഷനുകൾ ഉൾക്കൊള്ളുന്ന ഒരു ടേബിൾ കണ്ടിരുന്നു. ഇന്ന് അതിന്റെ ബാക്കി ഭാഗം 8 മുതൽ 15 വരെ കാണാം. Then first section 8. Section 8 form number 3 registration certificate. Section 8 subsection 2 rule 4a form number 3a manner of issue registration certificate if irrecoverably lost. Section 8 subsection a rule 16e form number 31 affiliation to Apex society. Section 9 society become body corporate. Section 9 subsection a publication of name by a cooperative society. Section 10 form number 4 change of name of society. Section 11 rule 12 change of liability. Section 12 rule 9 form number 5 amendment of bylaw of a society. Section 13 when amendment of bylaw come into force. Section 13 subsection a rule 5 subject matter of bylaw. Section 14 rule 13 amalgamation transfer of assets and liability division. Section 14 double a subsidiary institution. Section 14 b partnership of cooperative society. Section 15 cancellation of registration certificate in certain cases. Friends, അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഫസ്റ്റ് ടോപ്പിക് സെക്ഷൻ 8 രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്. ഒരു സംഘം രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ രജിസ്ട്രാർ ഒരു രജിസ്ട്രേഷൻ ഓഫ് സർട്ടിഫിക്കറ്റ് സീൽ ചെയ്ത് സൈൻ ചെയ്ത് പുറത്തിറക്കുന്നു. സംഘം രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നതിന്റെ ഒരു കൺക്ലൂസീവ് എവിഡൻസ് ആണ് ഈ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. അതുപോലെ സംഘം രജിസ്റ്റർ ചെയ്യാൻ തീരുമാനിച്ചാൽ ഫോം നമ്പർ 3-ൽ ഒപ്പുവെച്ച് സർട്ടിഫിക്കറ്റ് പുറത്തിറക്കണം. ഇതാണ് സെക്ഷൻ 8 രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്. ദെൻ അടുത്തത് സെക്ഷൻ 8 സബ്സെക്ഷൻ 2 റൂള് 4a ഫോം നമ്പർ 3a manner of issue registration certificate if irrecoverably lost. സെക്ഷൻ 8 സബ്സെക്ഷൻ 1 പ്രകാരം ഇഷ്യൂ ചെയ്ത സർട്ടിഫിക്കറ്റ് തിരിച്ചു കിട്ടാനാകാത്ത വിധം നഷ്ടപ്പെട്ടു പോയി എന്ന് രജിസ്ട്രാർക്ക് ബോധ്യപ്പെട്ടാൽ, അതുപോലെ മതിയായ റെക്കോർഡ്സിന്റെ അഭാവത്താൽ ഡ്യൂപ്ലിക്കേറ്റ് സർട്ടിഫിക്കറ്റ് എടുക്കാൻ പറ്റാതെയും വന്നാൽ രജിസ്ട്രാർ രജിസ്ട്രേഷൻ നമ്പറും അതുപോലെ സംഘം രജിസ്റ്റർ ചെയ്യപ്പെട്ട ഡേറ്റും പ്രസ്താവിച്ചുകൊണ്ട് ഓഡിറ്റ് സർട്ടിഫിക്കറ്റിന്റെയും രജിസ്ട്രാറിന്റെ കയ്യിൽ ലഭ്യമായ റെക്കോർഡുകളുടെയും അടിസ്ഥാനത്തിൽ ഒരു രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് പുറത്തിറക്കുന്നു. സെക്ഷൻ 8 സബ്സെക്ഷൻ 1-ൽ പറയുന്ന രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിന്റെ അതേ വാല്യൂ തന്നെയായിരിക്കും സെക്ഷൻ 8 സബ്സെക്ഷൻ 2-ൽ പുറത്തിറക്കുന്ന ഈ സർട്ടിഫിക്കറ്റിനും ഉണ്ടായിരിക്കുക. അതാണ് സെക്ഷൻ 8 സബ്സെക്ഷൻ 2 മാനർ ഓഫ് ഇഷ്യൂ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഇഫ് ഇർറിക്കവറബിളി ലോസ്. നെക്സ്റ്റ് സെക്ഷൻ 8a റൂൾ 16e ഫോം നമ്പർ 31 അഫിലിയേഷൻ ടു അപ്പെക്സ് സൊസൈറ്റി. എല്ലാ പ്രൈമറി സെൻട്രൽ സൊസൈറ്റികളും രജിസ്ട്രേഷൻ നടന്ന 6 മാസത്തിനുള്ളിൽ അപ്പെക്സ് സൊസൈറ്റിയുമായി അഫിലിയേഷൻ നടത്തിയിരിക്കണം. അഫിലിയേഷൻ നടത്തേണ്ടത് ഫോം നമ്പർ 31-ലാണ്. അഫിലിയേഷനുള്ള അപേക്ഷ സ്വീകരിച്ചു കഴിഞ്ഞാൽ അപ്പെക്സ് സൊസൈറ്റി ഇതിന്മേൽ തീരുമാനം 60 ദിവസത്തിനുള്ളിൽ എടുത്തിരിക്കണം. പ്രത്യേകിച്ച് അഭിപ്രായങ്ങളൊന്നും കൺസേൺ സൊസൈറ്റിയെ 60 ദിവസത്തിന് ശേഷവും അറിയിച്ചിട്ടില്ല എങ്കിൽ അഫിലിയേഷൻ നടന്നതായി തന്നെ കണക്കാക്കാം. അടുത്തത് എന്തെങ്കിലും റിജക്ഷൻ ആണ്, അപേക്ഷയിന്മേൽ എന്തെങ്കിലും റിജക്ഷൻ ആണ് നടന്നിട്ടുള്ളതെങ്കിൽ, എന്നാണോ റിജക്ട് ചെയ്തത് അന്ന് തൊട്ട് 30 ദിവസത്തിനുള്ളിൽ കൺസേൺ സൊസൈറ്റിക്ക് രജിസ്ട്രാർക്ക് മേലെ അപ്പീൽ പോകാവുന്നതാണ്. ദെൻ രജിസ്ട്രാർ അപ്പീലിനുള്ള അപേക്ഷ കയ്യിൽ കിട്ടി 60 ദിവസത്തിനുള്ളിൽ ഇതിന്മേൽ തീരുമാനമെടുക്കേണ്ടതും ആണ്. അഫിലിയേഷൻ ഫീ കാൽക്കുലേറ്റ് ചെയ്യുന്നത് പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റലിന്റെ ബേസിലായിരിക്കും. അതുപോലെ അഫിലിയേഷൻ ഫീ ഓരോ ഇയറിലും റിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. മാക്സിമം അഫിലിയേഷൻ ഫീ എന്ന് പറയുന്നത്
2000 രൂപയും മിനിമം 100 രൂപയുമാണ്. ഓർത്തിരിക്കേണ്ട പോയിന്റ്, അഫിലിയേഷൻ എന്ന് പറയുന്ന ഈ ടോപ്പിക്കിൽ അപ്പീൽ അതോറിറ്റി രജിസ്ട്രാർ ആണ്. നെക്സ്റ്റ് സെക്ഷൻ 9 കോപ്പറേറ്റീവ് സൊസൈറ്റി ടു ബി ബോഡി കോർപ്പറേറ്റ്. സഹകരണ സംഘം രജിസ്റ്റർ ചെയ്തിരിക്കുന്ന പേരിൽ തന്നെ നിയമപരമായി ഒരു നിലനിൽപ്പ് അഥവാ ലീഗൽ എക്സിസ്റ്റൻസ് ലഭിക്കുകയും സംഘം ഒരു ബോഡി കോർപ്പറേറ്റ് ആയി മാറുകയും ചെയ്യുന്നു എന്ന് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 9. അങ്ങനെ സംഘം ഒരു ബോഡി കോർപ്പറേറ്റ് ആയതിനു ശേഷം സംഘത്തിന് പെർപെക്ച്വൽ സക്സഷൻ അഥവാ സ്ഥിരമായൊരു നിലനിൽപ്പ്, കോമൺ സീല്, റൈറ്റ് ടു ഹോൾഡ് എ പ്രോപ്പർട്ടി അതുപോലെ പ്രോപ്പർട്ടി കയ്യിൽ വെക്കുവാനുള്ള അധികാരം, എൻറ്റർ ഇൻടു എ കോൺട്രാക്ട് എന്തെങ്കിലും കരാറുകളിൽ ഏർപ്പെടുവാനുള്ള അധികാരം എന്നിവ ലഭിക്കുന്നു. മാത്രമല്ല സംഘം എന്ത് ലക്ഷ്യത്തോടു കൂടിയാണോ പ്രവർത്തിക്കുന്നത് ആ ലക്ഷ്യത്തിലേക്ക് ഏതൊരു കാര്യവും ചെയ്യുന്നതിന് സംഘത്തിൻ്റെതായ രീതിയിൽ തന്നെ ചെയ്യാവുന്നതാണ്. സംഘത്തിന്റെ ലക്ഷ്യം എന്താണോ ആ ലക്ഷ്യം നടത്തുന്നതിന് ഏതൊരു കാര്യവും സംഘത്തിന് ഉതകുന്ന സംഘത്തിൻ്റെതായ രീതിയിൽ തന്നെ ചെയ്യുവാനും സാധിക്കും എന്ന് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 9 കോപ്പറേറ്റീവ് സൊസൈറ്റി ടു ബി ബോഡി കോർപ്പറേറ്റ്. അടുത്തത് സെക്ഷൻ 9 സബ്സെക്ഷൻ എ പബ്ലിക്കേഷൻ ഓഫ് നെയിം ബൈ എ കോപ്പറേറ്റീവ് സൊസൈറ്റി. സംഘത്തിന്റെ നെയിം അതുപോലെ രജിസ്റ്റർ നമ്പർ, രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഓഫീസിന്റെ അഡ്രസ് എന്നിവ ബിസിനസ് എവിടെയെല്ലാമാണോ പ്രവർത്തിക്കുന്നത് അതായത് സംഘം എവിടെയെല്ലാമാണോ പ്രവർത്തിക്കുന്നത് ആ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിന്റെ ഫ്രണ്ടിൽ തന്നെ സംഘത്തിലെ മെമ്പേഴ്സിന് ഈസിയായി മനസ്സിലാകുന്ന രീതിയിൽ വെർനാകുലർ ലാംഗ്വേജിലോ, വെർനാകുലർ ലാംഗ്വേജ് എന്ന് വെച്ചാൽ മാതൃഭാഷയിലോ അല്ലെങ്കിൽ ഇംഗ്ലീഷ് ലാംഗ്വേജിലോ പ്രദർശിപ്പിച്ചിരിക്കണം. ഇതാണ് സെക്ഷൻ 9 സബ്സെക്ഷൻ എ. സെക്ഷൻ 10 ചേഞ്ച് ഓഫ് നെയിം ഓഫ് സൊസൈറ്റി. ഒരു സൊസൈറ്റിയുടെ പേര് മാറ്റണമെങ്കിൽ സൊസൈറ്റിയുടെ ബൈലോ അമെൻഡ് ചെയ്തുകൊണ്ട് സംഘത്തിന്റെ പേര് മാറ്റാവുന്നതാണ്. ഇങ്ങനെ സംഘം പേര് ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് ഫോം നമ്പർ 4 പഴയ പേരിനു പകരം എഴുതി ചേർക്കണം. ഫോം നമ്പർ 4 എന്ന് വെച്ചാൽ രജിസ്റ്റർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി രജിസ്റ്റേർഡ്. രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്ന കോപ്പറേറ്റീവ് സൊസൈറ്റികളുടെ ഒരു രജിസ്റ്റർ ആണ് ഫോം നമ്പർ 4 എന്ന് പറയുന്നത്. മാത്രമല്ല രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിലും ഈ പേര് ചേഞ്ച് ചെയ്യേണ്ടതാണ്. ഇത്തരത്തിൽ സൊസൈറ്റിയുടെ പേര് ചേഞ്ച് ചെയ്താൽ ആ സംഘത്തിനുള്ള എന്തെങ്കിലും റൈറ്റ്സോ ഒബ്ലിഗേഷനോ ഈ കാര്യങ്ങളിലൊന്നും ഒരു മാറ്റവും വരുത്തില്ല. അതുപോലെ തന്നെ സംഘം എന്തെങ്കിലും ലീഗൽ പ്രൊസീഡിങ്സിൽ നിയമപരമായിട്ടുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ കാര്യങ്ങളിലും ഒരു ചേഞ്ചും വരുന്നതല്ല. പക്ഷെ ഇവയിലെല്ലാം പഴയ പേരിനു പകരം പുതിയ പേര് കൂട്ടിച്ചേർക്കുന്നതും ആണ്. ഇതാണ് സെക്ഷൻ 10 ചേഞ്ച് ഓഫ് നെയിം ഓഫ് സൊസൈറ്റി. നെക്സ്റ്റ് സെക്ഷൻ 11 റൂള് 12 ചേഞ്ച് ഓഫ് ലയബിലിറ്റി. അതായത് സെക്ഷൻ 5 പറയുന്നുണ്ട് ലിമിറ്റഡ് ലയബിലിറ്റിയിലുള്ള സംഘങ്ങൾക്ക് മാത്രമേ രജിസ്റ്റർ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ എന്ന്. എന്നാൽ സെക്ഷൻ 5 മുന്നേ തന്നെ അൺലിമിറ്റഡ് ലയബിലിറ്റിയിൽ പ്രവർത്തിക്കുന്ന സംഘങ്ങൾക്ക് ലയബിലിറ്റി ലിമിറ്റഡ് ലയബിലിറ്റിയിലേക്ക് ചേഞ്ച് ചെയ്യുന്നതിനുള്ള ഒരു ഓപ്ഷനാണ് സെക്ഷൻ 11 എന്ന് പറയുന്നത്. ഇങ്ങനെ സംഘത്തിന്റെ ലയബിലിറ്റി മാറ്റുന്നതിന് ഫസ്റ്റ് ബൈലോ അമെൻഡ് ചെയ്യണം. ദെൻ KCS ആക്ടും റൂളും അനുസരിച്ച് മാത്രമാണ് സംഘത്തിന്റെ ലയബിലിറ്റി ചേഞ്ച് ചെയ്യാൻ സാധിക്കുള്ളൂ. അങ്ങനെ സംഘം ലയബിലിറ്റി ചേഞ്ച് ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ മെമ്പേഴ്സിന് 7 ദിവസം മുൻകൂറായിട്ടുള്ള ഒരു നോട്ടീസ് അയച്ചുകൊണ്ട് ജനറൽ ബോഡി വിളിച്ചു കൂട്ടുകയും അതിൽ പ്രസന്റ് ചെയ്തിരിക്കുന്നവയിൽ 2/3 മെജോറിറ്റി മെമ്പേഴ്സ് വോട്ട് ചെയ്യുകയും ചെയ്യണം. ദെൻ ഒരു റെസൊല്യൂഷൻ പാസ്സാക്കി ഈ റെസൊല്യൂഷൻ സംഘത്തിന്റെ മെമ്പേഴ്സിനും ക്രെഡിറ്റേഴ്സിനും അയച്ചു കൊടുക്കണം. റെസൊല്യൂഷൻ എന്നാണോ കയ്യിൽ കിട്ടിയത് അന്നു മുതൽ 2 മാസത്തിനുള്ളിൽ മെമ്പേഴ്സ് ഇതിന്മേലൊരു തീരുമാനമെടുക്കണം. അതായത് ഇവർക്ക് ഈ ലയബിലിറ്റി ചേഞ്ച് ചെയ്യാൻ സമ്മതമാണ് അല്ലെങ്കിൽ സമ്മതമല്ല എന്നുള്ളതിലൊരു തീരുമാനമെടുക്കണം. 2 മാസത്തിന് ശേഷവും മെമ്പേഴ്സ് പ്രത്യേകിച്ച് ഒരു തീരുമാനവും അറിയിച്ചിട്ടില്ല എങ്കിൽ മൗനം സമ്മതമായി കണക്കാക്കിക്കൊണ്ട് ലയബിലിറ്റി ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഇനി എന്തെങ്കിലും റെഫ്യൂസൽ വന്നിട്ടുണ്ടെങ്കിൽ മെമ്പേഴ്സിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും എതിരഭിപ്രായം വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ ഷെയർസ്, അവരുടെ ഡെപ്പോസിറ്റ് ഇവയെല്ലാം പിൻവലിച്ചതിന് ശേഷം മാത്രമാണ് സംഘത്തിന്റെ ലയബിലിറ്റി ചേഞ്ച് ചെയ്യാൻ സാധിക്കുള്ളൂ എന്ന് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 11 റൂള് 12 ചേഞ്ച് ഓഫ് ലയബിലിറ്റി. നെക്സ്റ്റ് സെക്ഷൻ 12 അമെൻമെന്റ് ഓഫ് ബൈലോ ഓഫ് എ സൊസൈറ്റി. ഒരു സൊസൈറ്റിയുടെ ബൈലോയുടെ അമെൻമെന്റ്
അതിന്റെ പ്രൊസീജിയർ, ബൈലോ അമെൻഡ് ചെയ്യേണ്ട പ്രൊസീജിയറുകളെല്ലാം വിവരിക്കുന്ന സെക്ഷനാണ് സെക്ഷൻ 12. ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് റൂളുകൾ കൂടി ഉണ്ട്. അപ്പം നമുക്കിത് വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. എക്സാമിന് വളരെയധികം ചോദിക്കുന്ന ഒരു ടോപ്പിക് ആണ്. അതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കണം. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ, അടുത്ത ക്ലാസ്സിൽ അമെൻമെന്റ് ഓഫ് ബൈലോ ഓഫ് എ സൊസൈറ്റി സെക്ഷൻ 12 ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും. നെക്സ്റ്റ് സെക്ഷൻ 13, when amendment of bylaw come into force. അതായത് സെക്ഷൻ 12 പ്രകാരം അമെൻഡ് ചെയ്യപ്പെട്ടിട്ടുള്ള ബൈലോ എന്നാണ് നിലവിൽ വരുന്നത് എന്നാണ് പറയുന്നത്. സെക്ഷൻ 12 പ്രകാരം നമ്മുടെ ബൈലോയില് ചേഞ്ചസ് വരുത്തുകയാണ്, എന്തെങ്കിലും പർട്ടിക്കുലർ കാര്യങ്ങളിൽ ചേഞ്ചസ് വരുത്തുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ചേഞ്ച് ചെയ്ത ഈ ബൈലോ എന്നാണ് നിലവിൽ വരുന്നത് എന്ന് പറയുന്ന സെക്ഷനാണ് 13. രജിസ്ട്രാർ ബൈലോ അമെൻഡ് ചെയ്യുമ്പോൾ അതിലൊരു പർട്ടിക്കുലർ ഡേറ്റ് എടുത്തു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഡേറ്റിലായിരിക്കും ബൈലോ നിലവിൽ വരിക. അതല്ല പ്രത്യേകിച്ച് ഡേറ്റ് ഒന്നും പറഞ്ഞിട്ടില്ല എങ്കിൽ എന്നാണോ നമുക്കത് അമെൻഡ് ചെയ്ത് കിട്ടിയത് അന്നു മുതൽ ബൈലോ പ്രാബല്യത്തിൽ വരും, അമെൻഡഡ് ബൈലോ പ്രാബല്യത്തിൽ വരും എന്ന് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 13. അടുത്തത് സെക്ഷൻ 13 സബ്സെക്ഷൻ എ, സബ്ജക്ട് മാറ്റർ ഓഫ് ബൈലോ. സബ്ജക്ട് മാറ്റർ ഓഫ് ബൈലോയിൽ പറയുന്നു, സഹകരണ സംഘങ്ങൾ അവരുടെ ബൈലോ ആക്ടിനും റൂളിനും അനുസരിച്ചായിരിക്കണം പ്രിപ്പയർ ചെയ്യുന്നത്. അതായത് KCS ആക്ട് 1969 പ്രകാരം അതനുസരിച്ചായിരിക്കണം സഹകരണ സംഘങ്ങൾ അവരുടെ ബൈലോ പ്രിപ്പയർ ചെയ്യേണ്ടത് എന്ന് പറയുന്നു. Then next section 14, amalgamation, transfer of assets and liabilities and division. First one, amalgamation. രണ്ട് സൊസൈറ്റികൾ, രണ്ടോ അതിലധികമോ സംഘങ്ങൾ അവരുടെ ഏരിയാസ് ഓഫ് ഓപ്പറേഷൻ കുറവായതുകൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടോ ഒന്നായി ചേരുക, അതിനെയാണ് അമാൽഗമേഷൻ എന്ന് പറയുന്നത്. അടുത്തത് ട്രാൻസ്ഫർ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റി. ഒരു സൊസൈറ്റിയുടെ ആസ്തി ബാധ്യതകൾ മറ്റൊരു സംഘത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിനെയാണ് ട്രാൻസ്ഫർ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് എന്ന് പറയുന്നത്. ഇതിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഉദാഹരണമാണ് സെക്ഷൻ 14A, സെക്ഷൻ 14A, ട്രാൻസ്ഫർ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റി ഫ്രം DCB ടു KCB. അതായത് കേരള കോഓപ്പറേറ്റീവ് ബാങ്ക് രൂപീകരിച്ചപ്പോൾ 13 ഡിസ്ട്രിക്ട് കോഓപ്പറേറ്റീവ് ബാങ്കുകളുടെ അസറ്റും ലയബിലിറ്റീസും KCBയിലേക്ക്, കേരള കോഓപ്പറേറ്റീവ് ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. ഈ സെക്ഷൻ നിലവിൽ വരുന്നത് 14/2/2019 14 ഫെബ്രുവരി 2019. എന്നാൽ ഇത് ജനുവരി 8 മുതൽ 2019 മുതൽ പ്രാബല്യത്തിലുണ്ട്. സെക്ഷൻ വരുന്നത് ഫെബ്രുവരി 14 പക്ഷെ ഇത് 8 ജനുവരി മുതൽ 2019 8 ജനുവരി മുതൽ ഇത് പ്രാബല്യത്തിൽ ഉണ്ട്. അടുത്തത് ഡിവിഷൻ. ഡിവിഷൻ എന്ന് വെച്ചാൽ ഒരു സൊസൈറ്റി രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുകയാണ്. ഒരു സൊസൈറ്റി രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നതിനെയാണ് ഡിവിഷൻ എന്ന് പറയുന്നത്. അങ്ങനെ ഈ സെക്ഷൻ 14 പ്രകാരം അമാൽഗമേഷൻ, ട്രാൻസ്ഫർ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ആൻഡ് ഡിവിഷൻ ഇവ നടത്തുന്നതിന് ഒരു സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗ് ആണ് വിളിച്ചുകൂട്ടേണ്ടത്. സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗ് വിളിച്ചുകൂട്ടണം. കൂടാതെ 15 ദിവസം മുൻകൂറായിട്ടുള്ള ഒരു നോട്ടീസ് ഇഷ്യൂ ചെയ്തുകൊണ്ട് ജനറൽ ബോഡി വിളിച്ചുകൂട്ടി അതിനകത്ത് 2/3 മെജോറിറ്റി മെമ്പേഴ്സ് വോട്ട് ചെയ്തുകൊണ്ട് ഒരു റെസൊല്യൂഷൻ പാസ്സാക്കണം. ഇനി ഇൻഷുർഡ് കോഓപ്പറേറ്റീവ് ബാങ്കിന്റെ കേസിലാണെങ്കിൽ ഇങ്ങനെ റെസൊല്യൂഷൻ പാസ്സാക്കുന്നതിന് RBIയുടെ പ്രീവിയസ് അപ്രൂവൽ വേണം. അതുപോലെ അസിസ്റ്റഡ് സൊസൈറ്റികളാണെങ്കിൽ രജിസ്ട്രാറിന്റെയും പ്രീവിയസ് അപ്രൂവലോട് കൂടി മാത്രമാണ് റെസൊല്യൂഷൻ പാസ്സാക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ റെസൊല്യൂഷൻ പാസ്സാക്കി കഴിഞ്ഞാൽ ഈ റെസൊല്യൂഷൻ മെമ്പേഴ്സിനും ക്രെഡിറ്റേഴ്സിനും സെൻഡ് ചെയ്യണം. എന്നാണോ റെസൊല്യൂഷൻ മെമ്പേഴ്സും ക്രെഡിറ്റേഴ്സും സ്വീകരിച്ചത് അന്നു മുതൽ 2 മാസത്തിനുള്ളിൽ ഇതിൽ എന്തെങ്കിലും എതിരഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ മെമ്പേഴ്സും ക്രെഡിറ്റേഴ്സും രേഖപ്പെടുത്തണം. ഇനി അവരൊന്നും പറഞ്ഞിട്ടില്ല, റിഫ്യൂസൽ ഒന്നും പറഞ്ഞിട്ടില്ല എങ്കിൽ അവരുടെ മൗനം സമ്മതമാക്കി കണക്കാക്കിക്കൊണ്ട് സെക്ഷൻ 14 പറയുന്ന ഈ പ്രൊസീജിയേഴ്സ് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. ഇനി റിഫ്യൂസൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ ക്രെഡിറ്റേഴ്സിനും മെമ്പേഴ്സിനും ഇതിനെതിരായ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ അവരുടെ ഡെപ്പോസിറ്റേഴ്സ്, ഷെയറുകൾ ഇതെല്ലാം തിരിച്ചു കൊടുത്തതിന് ശേഷം മാത്രമാണ് ഈ പ്രൊസീജിയർ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുള്ളൂ. ഇതാണ് സെക്ഷൻ 14 അമാൽഗമേഷൻ,
ട്രാൻസ്ഫർ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ആൻഡ് ഡിവിഷൻ എന്ന് പറയുന്നത്. അടുത്തത് ഇതിന്റെ സബ്സെക്ഷൻ ആണ് സെക്ഷൻ 14 സബ്സെക്ഷൻ AA, സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷൻ. അതായത് ഒരു സംഘത്തിന് വേണമെങ്കിൽ സബ്സിഡറി ആയിട്ട് ഇൻസ്റ്റിറ്റ്യൂഷനുകൾ തുടങ്ങാവുന്നതാണ്. ഇതിന് ജനറൽ ബോഡി വിളിച്ചു കൂട്ടണം. അതുപോലെ ജനറൽ ബോഡിയിലെ മെജോറിറ്റി മെമ്പേഴ്സ് ഇത് അംഗീകരിക്കുകയും വേണം. സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷൻ നമുക്ക് ഏതൊരു ലോ പ്രകാരവും, എനി ലോ പ്രകാരം, കമ്പനീസ് ആക്ട് അങ്ങനെ ഏത് ലോ പ്രകാരവും തുടങ്ങാവുന്നതാണ്. പക്ഷേ രജിസ്ട്രാറിന്റെ പ്രീവിയസ് ആയിട്ടുള്ള സാങ്ഷനോട് കൂടി മാത്രമാണ് ഇത് തുടങ്ങാനായിട്ട് പറ്റുള്ളൂ. അതുപോലെ തന്നെ ജനറൽ ബോഡി മെമ്പേഴ്സിന്റെ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രമാണ് ഇത് മുന്നോട്ട് പ്രവർത്തിക്കുകയുള്ളൂ. ജനറൽ ബോഡി മെമ്പേഴ്സിന് താല്പര്യമില്ല എങ്കിൽ ഇത് അവിടെ വെച്ച് അവസാനിപ്പിക്കാം. ദെൻ സെക്ഷൻ 14B 14B പാർട്ട്ണർഷിപ്പ്. പാർട്ട്ണർഷിപ്പ് രണ്ട് സംഘങ്ങൾക്ക് ഒന്നിച്ചു ചേർന്നുകൊണ്ട് ഇതുപോലെ തന്നെ മെജോറിറ്റി മെമ്പേഴ്സ് 15 ദിവസം മുൻകൂറായിട്ടുള്ള ഒരു നോട്ടീസ് അയച്ചുകൊണ്ട് ഒരു ജനറൽ ബോഡി വിളിച്ചുകൂട്ടി അതിനകത്ത് മെജോറിറ്റി മെമ്പേഴ്സ് വോട്ട് ചെയ്യുകയും പ്രസന്റ് ചെയ്യുകയും ചെയ്തുകൊണ്ട് നമുക്ക് ഒരു പാർട്ട്ണർഷിപ്പ് തുടങ്ങാവുന്നതാണ്. എന്നാൽ ഈ പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത് പാർട്ട്ണർഷിപ്പ് ആക്ട് 1932 പ്രകാരം ഒരു ഫേം തുടങ്ങുന്നതായിരിക്കില്ല. അങ്ങനെ തുടങ്ങാൻ പാടില്ല. അതായത് ഈ പറയുന്ന സെക്ഷൻ 14B പ്രകാരം പറയുന്ന പാർട്ട്ണർഷിപ്പ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത് പാർട്ട്ണർഷിപ്പ് ആക്ട് 1932 പ്രകാരം ഒരു ഫേം തുടങ്ങാനായിട്ട് പറ്റില്ല. ഇങ്ങനെ ഒരു ഫേം തുടങ്ങുന്നതിനും അതായത് പാർട്ട്ണർഷിപ്പ് തുടങ്ങുന്നതിനും നമ്മുടെ രജിസ്ട്രാറിന്റെ മുൻകൂട്ടിയായിട്ടുള്ള പെർമിഷൻ വേണം. ഇതാണ് സെക്ഷൻ 14AA ആൻഡ് സെക്ഷൻ 14B. നെക്സ്റ്റ് സെക്ഷൻ 15 ക്യാൻസലേഷൻ ഓഫ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഇൻ സർട്ടൻ കേസസ്. ചില കേസിൽ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ക്യാൻസൽ ചെയ്യപ്പെടും എന്നാണ് പറയുന്നത്. അതിനകത്ത് ഫസ്റ്റ് വൺ ആണ് അമാൽഗമേഷൻ. അമാൽഗമേഷൻ നടക്കുക എന്ന് പറയുമ്പോൾ അതിലധികമോ സംഘങ്ങൾ ഒന്നായി ചേരുകയാണ് ചെയ്യുക. അപ്പം ആദ്യം ഉണ്ടായിരുന്ന സംഘത്തിന്റെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ക്യാൻസൽ ചെയ്തുകൊണ്ട് പുതിയതായിട്ട് ഒന്നായി ചേർന്ന ആ ഒരൊറ്റ സൊസൈറ്റിയുടെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ക്രിയേറ്റ് ചെയ്യും. അതായത് 2 രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ക്യാൻസൽ ചെയ്തിട്ട് ഒറ്റ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ആക്കും. അതാണ് ഫസ്റ്റ് വൺ. ദെൻ നെക്സ്റ്റ് ട്രാൻസ്ഫർ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്. ഒരു സൊസൈറ്റിയുടെ ആസ്തി ബാധ്യതകൾ മറ്റൊരു സംഘത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ആരാണോ ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടത് ആ ട്രാൻസ്ഫർ ചെയ്യപ്പെട്ട സൊസൈറ്റിയുടെ സർട്ടിഫിക്കറ്റ് ക്യാൻസൽ ചെയ്തു എന്നാണ് അതിൽ പറയുന്നത്. അടുത്തത് ഡിവിഷൻ. ഡിവിഷൻ എന്ന് പറയുമ്പോൾ 2 സംഘമായി മാറുകയാണ്. ഒരു സൊസൈറ്റി 2 സംഘമായി മാറുകയാണ്. അപ്പൊ നിലവിലുണ്ടായിരുന്ന ഒറ്റ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് മാറ്റിക്കൊണ്ട് 2 രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ആയി മാറും. ഇങ്ങനെ ഇത്രയും കേസിൽ ക്യാൻസൽ ആക്കപ്പെടുന്ന രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റുകൾ എങ്ങനെയൊക്കെയാണ്, ഏതൊക്കെ കേസാണെന്ന് പറയുന്നതാണ് സെക്ഷൻ 15. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ സെക്ഷൻ 8 മുതൽ 15 വരെയാണ് നോക്കിയത്. അടുത്ത ക്ലാസ്സിൽ രജിസ്ട്രേഷൻ എന്ന ചാപ്റ്ററിലെ ബൈലോയുമായി ബന്ധപ്പെട്ട് വരുന്ന ടോപ്പിക്കുകൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. വളരെയധികം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ് ബൈലോ. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബൈലോ നോക്കാം. ക്ലാസ്സുകൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.